ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം പാലിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടത് നിങ്ങളുടെ ബോധത്തിന് തിരക്കണമേ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോട് കൂടി 400 ആളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയായെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന്, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തുനിന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തുനിന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തുനിന്ന് നമസ്കരിച്ചു. അവൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന്, യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിന് ഏശാവ്, സഹോദരാ, എനിക്ക് വേണ്ടതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്ന് യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയീർ യജമാന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന് യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അന്ന് തന്റെ വഴിക്ക് സെയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്കൊരു വീട് പണിതു, കന്നുകാലി കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു. യാക്കോബ് പന്തൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരം അടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എലോഹെ ഇസ്രായേൽ എന്ന പേർ